2012 ഫെബ്രുവരി 2 ആങ്കറേജ്, അലാസ്ക. കോമൺ ഗ്രൗണ്ട്സ് എന്നു പേരുള്ള ഒരു ചെറിയ കോഫി ഷോപ്പിലേക്ക് രാവിലെ തന്നെ അവിടുത്തെ ജോലിക്കാരനെത്തി. ഷോപ്പിന്റെ ഡോർ തുറക്കാൻ കീയിട്ടപ്പോഴാണ് ഡോർ ലോക്ക് ചെയ്തിട്ടില്ല എന്ന് അയാൾക്ക് മനസ്സിലായത്. കഴിഞ്ഞ ദിവസം രാത്രിയിൽ ജോലി ചെയ്തത് 18 വയസ്സുള്ള സമന്ത കോണിക് എന്ന പെൺകുട്ടിയായിരുന്നു. സോ ഷോപ്പ് ക്ലോസ് ചെയ്യേണ്ട ഉത്തരവാദിത്വവും അവൾക്കായിരുന്നു. സമന്ത ജോലിക്ക് കയറിയിട്ട് 1 മാസമേ ആയിട്ടുള്ളൂ എങ്കിലും വളരെ റെസ്പോൺസിബിലിറ്റിയുള്ള ഒരു തൊഴിലാളിയായിരുന്നു അവൾ എന്ന് മനസ്സിലോർത്തുകൊണ്ട് അയാൾ ഷോപ്പിനകത്തേക്ക് കയറി. ഡ്യൂട്ടിക്കിടയിൽ സമന്ത പോയതുപോലെ ചില സാധനങ്ങളെല്ലാം അലക്ഷ്യമായി കിടക്കുന്നു. മാത്രമല്ല ഷോപ്പ് ക്ലീൻ ചെയ്തിട്ടുമില്ല. അതിനുശേഷമാണ് ക്യാഷ് രജിസ്റ്ററും ലോക്ക് ചെയ്തിട്ടില്ല എന്ന് അയാൾ ശ്രദ്ധിച്ചത്. അങ്ങനെ ട്രേ ഓപ്പൺ ചെയ്തപ്പോൾ അതിൽ പണവുമില്ല. സോ ഷോപ്പ് കൊള്ളയടിക്കപ്പെട്ടു എന്ന് മനസ്സിലാക്കിയ അയാൾ ഉടൻ തന്നെ തന്റെ ബോസിനെ വിവരമറിയിച്ചു. തലേ ദിവസം രാത്രിയിൽ തന്റെ ജോലി കഴിയുമ്പോൾ കോമൺ ഗ്രൗണ്ട്സ് കോഫി ഷോപ്പിൽ നിന്നും തന്നെ പിക്ക് ചെയ്യാൻ സമന്ത അവളുടെ ബോയ് ഫ്രണ്ടായ ഡ്വെയിനോട് പറഞ്ഞിരുന്നു. സമന്തയുടെ ജോലി കഴിഞ്ഞ് അരമണിക്കൂറിന് ശേഷം രാത്രി 8:30-യോടെയാണ് ഡ്വെയിൻ കോഫി ഷോപ്പിന് മുന്നിലെത്തിയത്. പക്ഷേ സമന്തയെ അവിടെങ്ങും കാണാനില്ല. കോഫി ഷോപ്പിലെ ലൈറ്റും ഓഫാണ്. ഷോപ്പിന്റെ ഗ്ലാസ് വിൻഡോയിലൂടെ ഡ്വെയിൻ അകത്തേക്ക് നോക്കിയപ്പോഴും അകത്ത് ആരും തന്നെയില്ല. മണിക്കൂറുകൾക്ക് മുൻപ് ഡ്വെയിനും സമന്തയും തമ്മിൽ ടെക്സ്റ്റ് മെസ്സേജിലൂടെ ചെറിയ വഴക്കിട്ടിരുന്നു. സോ വഴക്ക് കാരണം സമന്ത അവളുടെ അച്ഛൻ്റെയോ ഫ്രണ്ട്സിൻ്റെയോ ഒപ്പം വീട്ടിൽ പോയി കാണുമെന്നാണ് ഡ്വെയിൻ ആദ്യം കരുതിയത്. അങ്ങനെ സമന്ത വീട്ടിലെത്തിയോ എന്നറിയാൻ ഡ്വെയിൻ അവളുടെ ഫോണിലേക്ക് ഒരു ടെക്സ്റ്റ് മെസ്സേജ് അയച്ചു. എന്നാൽ മിനിറ്റുകൾക്ക് ശേഷവും അവളുടെ റെസ്പോൺസ് ഇല്ലാത്തതിനെ തുടർന്ന് ഡ്വെയിൻ സമന്തയുടെ വീട്ടിലെത്തി കാര്യം തിരക്കി. അപ്പോഴാണ് സമന്ത ഇതുവരെ വീട്ടിലെത്തിയില്ലെന്ന് അവളുടെ അച്ഛൻ ജെയിംസ് പറഞ്ഞത്. സോ അന്ന് രാത്രിയിൽ സമന്തയ്ക്ക് എന്താണ് സംഭവിച്ചത്, ആരായിരുന്നു അതിനു പിന്നിൽ എന്നതിനെ പറ്റിയുള്ള ഒരു ത്രില്ലിംഗ് സോൾവ്ഡ് കേസാണ് ഇന്ന് നിങ്ങൾ കാണാൻ പോകുന്നത്. വെൽക്കം ടു ദ ഹോണ്ടഡ് വെബ്. അങ്ങനെ ജെയിംസും ഡ്വെയിനും ചേർന്ന് തുടർച്ചയായി സമന്തയെ കോൾ ചെയ്യാൻ തുടങ്ങി. മിനിറ്റുകൾക്ക് ശേഷം ഡ്വെയിന്റെ ഫോണിലേക്ക് സമന്ത ഒരു ടെക്സ്റ്റ് മെസ്സേജ് അയച്ചു. ഞാൻ എൻ്റെ ഫ്രണ്ട്സിനൊപ്പമാണ്, കുറച്ചു ദിവസം കഴിഞ്ഞേ തിരിച്ചു വരൂ, ഈ കാര്യം എൻ്റെ അച്ഛനോട് പറഞ്ഞേക്കൂ. ഇതായിരുന്നു ആ മെസ്സേജ്. പറയാതെ പുറത്തു പോകുന്നതും വിളിച്ചിട്ട് കോൾ അറ്റൻഡ് ചെയ്യാത്തതുമായ സ്വഭാവം സമന്തയ്ക്കില്ല എന്ന് ജെയിംസിന് അറിയാവുന്നതുകൊണ്ട് അദ്ദേഹത്തിന് എന്തൊക്കെയോ പേടി തോന്നി. ആ രാത്രി മുഴുവൻ സമന്തയുടെ കോളോ ടെക്സ്റ്റ് മെസ്സേജോ പ്രതീക്ഷിച്ച് അവർ രണ്ടുപേരും ഉറങ്ങാതിരുന്നെങ്കിലും കാര്യമുണ്ടായില്ല. അങ്ങനെ അടുത്ത ദിവസം രാവിലെ ജെയിംസ് ആങ്കറേജ് പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ പരാതി നൽകി. അങ്ങനെ പോലീസ് സമന്ത വർക്ക് ചെയ്യുന്ന കോഫി ഷോപ്പിലേക്ക് വിളിച്ചപ്പോഴാണ് കോഫി ഷോപ്പ് കൊള്ളയടിക്കപ്പെട്ടെന്നും ഞങ്ങളാരും സമന്തയെ കണ്ടിട്ടില്ലെന്നും ഷോപ്പിലെ CCTV ഫുട്ടേജ് സ്റ്റേഷനിലേക്ക് എത്തിക്കാമെന്നും അവർ പറഞ്ഞത്. അങ്ങനെ CCTV ഫുട്ടേജിനായി പോലീസ് വെയിറ്റ് ചെയ്യുന്നതിനിടയിൽ ചില ഓഫീസേഴ്സ് സമന്തയുടെ ഫ്രണ്ട്സിനെയും മറ്റു റിലേറ്റീവ്സിനെയും കോണ്ടാക്ട് ചെയ്തപ്പോൾ അവിടെയെങ്ങും സമന്ത ചെന്നിട്ടില്ല. പിന്നീട് പോലീസ് ആ കോഫി ഷോപ്പിൽ പരിശോധന നടത്തിയപ്പോൾ ഷോപ്പിനകത്തും പുറത്തും ഒരു സംഘർഷം നടന്നതിന്റെ ലക്ഷണങ്ങളുമില്ല. ആയതിനാൽ സമന്ത ആ ഷോപ്പിലെ പണം കവർന്നിട്ട് കടന്നു കളഞ്ഞതാണോ എന്ന് പോലീസ് സംശയിച്ചു. പക്ഷേ കോഫി ഷോപ്പിലെ CCTV ഫുട്ടേജിന് പറയാനുള്ളത് മറ്റൊരു കഥയായിരുന്നു. സമന്തയെ കാണാതായ 2012 ഫെബ്രുവരി 1 രാത്രി 8 മണിയോടടുത്ത് ഒരു അജ്ഞാതൻ കോഫി ഷോപ്പിലെത്തി ഒരു കോഫി ഓർഡർ ചെയ്തു. അയാൾ നിൽക്കുന്നത് ക്യാമറയുടെ റേഞ്ചിന് പുറത്തായതുകൊണ്ട് അതാരാണെന്ന് കാണാൻ കഴിയില്ല. കോഫി ഉണ്ടാക്കി അയാൾക്ക് കൊടുത്ത നിമിഷം അയാൾ സമന്തയുടെ നേർക്ക് തോക്ക് ചൂണ്ടി. അതിനുശേഷം ഷോപ്പിലെ ലൈറ്റ് ഓഫ് ചെയ്യാൻ അയാൾ സമന്തയോട് ആവശ്യപ്പെട്ടു. സമന്ത ലൈറ്റ് ഓഫ് ചെയ്തപ്പോൾ വിൻഡോയിലൂടെ നുഴഞ്ഞ് അയാൾ ഷോപ്പിനുള്ളിലേക്ക് കയറി. തുടർന്ന് സമന്തയെ മുട്ടുകുത്തി നിർത്തി അവളുടെ കൈകൾ കെട്ടിയിട്ട് ഷോപ്പിലെ പണവും കവർന്ന് സമന്തയുമായി അയാൾ അവിടുന്ന് കടന്നു കളഞ്ഞു. തുടർന്നുള്ള ദിവസങ്ങളിൽ പോലീസും FBI-യും അന്വേഷണത്തിന്റെ ഭാഗമായെങ്കിലും ആ ഇരുണ്ട CCTV ഫുട്ടേജ് മാത്രം വെച്ച് സമന്തയെ തട്ടിക്കൊണ്ടുപോയ ആ അജ്ഞാതനാരാണെന്ന് കണ്ടെത്താൻ കഴിയുമായിരുന്നില്ല.
സമന്തയുടെ അച്ഛൻ ജെയിംസ് സമന്തയെ തിരയാൻ ആങ്കറേജിലുള്ള 3 ലക്ഷത്തോളം ജനങ്ങളുടെ സഹായം തേടിയപ്പോൾ സമന്തയുടെ കേസ് കാട്ടുതീ പോലെ പടരുകയും രാജ്യമെമ്പാടും മാധ്യമ ശ്രദ്ധ പിടിച്ചുപറ്റുകയും ചെയ്തു. മാത്രമല്ല അവരിൽ നിന്നും ഡൊണേഷൻ സ്വീകരിച്ച് സമന്തയെപ്പറ്റി എന്തെങ്കിലും വിവരം നൽകുന്നവർക്ക് റിവാർഡും പ്രഖ്യാപിച്ചു. അങ്ങനെ 3 ആഴ്ചകൾക്ക് ശേഷം ഫെബ്രുവരി 27 തീയതി സമന്തയുടെ ഫോണിൽ നിന്നും ഡ്വെയിന് ഒരു ടെക്സ്റ്റ് മെസ്സേജ് വന്നു. അടുത്തുള്ള ഒരു പബ്ലിക് പാർക്കിലുള്ള ഒരു ബുള്ളറ്റിൻ ബോർഡിനടുത്തേക്ക് വരാൻ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള മെസ്സേജ് ആയിരുന്നു അത്. ഈ കാര്യം പോലീസിനെ അറിയിച്ചിട്ട് ഡ്വെയിനും ജെയിംസും കൂടി ആ പാർക്കിലെ ബുള്ളറ്റിൻ ബോർഡിനടുത്തെത്തി. ആ ബോർഡിൽ ഒരു ബാഗ് തൂക്കിയിട്ടിട്ടുണ്ട്. ബാഗിനുള്ളിൽ പണം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു കത്തും ആ കത്തിന് പിന്നിൽ സമന്തയുടെ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോയും ഒട്ടിച്ചു വെച്ചിരുന്നു. ആ ഫോട്ടോയിൽ 2012 ഫെബ്രുവരി 13 തീയതിയിൽ അച്ചടിച്ച ആങ്കറേജ് ഡെയിലി ന്യൂസ് പേപ്പർ പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരാളുടെ കൈയും കാണാൻ കഴിയും. ഫെബ്രുവരി 13 തീയതി വരെയും സമന്ത ജീവനോടുണ്ടെന്ന് അറിയിക്കാൻ വേണ്ടിയാണ് സമന്തയെ തട്ടിക്കൊണ്ടുപോയയാൾ അങ്ങനെ ഒരു ഫോട്ടോ എടുത്തത്. $30,000 സമന്തയുടെ അക്കൗണ്ടിലേക്ക് ഇട്ടാൽ 6 മാസത്തിനുള്ളിൽ അവളെ വെറുതെ വിടാമെന്നായിരുന്നു ആ കത്തിൽ എഴുതിയിരുന്നത്. അങ്ങനെ FBI ആവശ്യപ്രകാരം ജെയിംസ് സമന്തയുടെ അക്കൗണ്ടിലേക്ക് കുറച്ചു പണം ഡെപ്പോസിറ്റ് ചെയ്തു. കാരണം കിഡ്നാപ്പർ ആ അക്കൗണ്ടിൽ നിന്നും പണം വിത്ഡ്രോ ചെയ്യുമ്പോൾ ATM ട്രാക്ക് ചെയ്ത് അയാളെ പിടികൂടാനായിരുന്നു FBI പ്ലാൻ. കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം 3 തവണ പണം വിത്ഡ്രോ ചെയ്യപ്പെട്ടെങ്കിലും പോലീസ് ആ ATMലേക്ക് എത്തിയപ്പോഴേക്കും അയാൾ അവിടുന്ന് പോയിരുന്നു. ആങ്കറേജിലെ ആ 3 ATMകളിലെയും CCTV ഫുട്ടേജ് ചെക്ക് ചെയ്തപ്പോൾ അയാൾ സ്കീ മാസ്കും സൺഗ്ലാസും ധരിച്ചിരുന്നതിനാൽ അയാളുടെ മുഖം തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. പിന്നീട് മാർച്ച് 7 തീയതി അരിസോണ, ന്യൂ മെക്സിക്കോ, ടെക്സാസ് എന്നിവിടങ്ങളിലെ ATMകളിൽ നിന്നും അയാൾ പണം വിത്ഡ്രോ ചെയ്തു. ഇത്തവണയും പോലീസ് ആ ATMകളിൽ എത്തുന്നതിന് മുൻപ് തന്നെ അയാൾ അവിടുന്ന് പോയിരുന്നു. പക്ഷേ ഇത്തവണ ഒരു ബ്രേക്ക് ത്രൂ ഉണ്ടായി. ടെക്സാസ് ATMൽ നിന്നും പണം വിത്ഡ്രോ ചെയ്തിട്ട് അയാൾ കയറിയ കാർ അവിടുത്തെ CCTV ക്യാമറയിൽ റെക്കോർഡായിരുന്നു. അതൊരു വൈറ്റ് കളർ ഫോർഡ് ഫോക്കസ് കാർ ആയിരുന്നു. മാത്രമല്ല അയാൾ ടെക്സാസ് ഹൈവേയിലൂടെ കിഴക്കോട്ടാണ് പോയതെന്നും അവർ മനസ്സിലാക്കി. അങ്ങനെ ആ ഏരിയ കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം ആരംഭിച്ചപ്പോൾ മാർച്ച് 13 തീയതി ഒരു ഹോട്ടലിലെ പാർക്കിംഗ് ലോട്ടിൽ ആ കാർ കിടക്കുന്നത് ഒരു പോലീസ് ഓഫീസറിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. അങ്ങനെ ഓഫീസർ അവിടെ വെയിറ്റ് ചെയ്തപ്പോൾ പ്രായം 30കളിലുള്ള ഒരാൾ ഹോട്ടലിൽ നിന്നിറങ്ങി വന്ന് ആ കാർ ഓടിച്ചുപോയി. ആ കാർ ഫോളോ ചെയ്ത പോലീസ് ഓഫീസർ ആ വൈറ്റ് കാർ ഓവർ സ്പീഡാണെന്ന് കാരണമുണ്ടാക്കി അതിനെ തടഞ്ഞു നിർത്തുകയും കാർ ഓടിച്ചയാളുടെ ലൈസൻസ് വാങ്ങി പരിശോധിക്കുകയും ചെയ്തു. അയാളുടെ പേരാണ് ഇസ്രയേൽ കീസ്. 34 വയസ്സുള്ള ഇസ്രയേൽ കീസ് ആങ്കറേജിലാണ് താമസിക്കുന്നത്. അയാളുടെ കാർ പരിശോധിച്ച പോലീസ് കാറിന്റെ ട്രങ്കിൽ നിന്നും ഒരു സ്കീ മാസ്കും തോക്കും സമന്തയുടെ മൊബൈൽ ഫോണും ഡെബിറ്റ് കാർഡും കണ്ടെത്തി. അയാളെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തപ്പോൾ സമന്തയുടെ തിരോധാനത്തിൽ തനിക്ക് പങ്കില്ലെന്നാണ് അയാൾ ആദ്യം പറഞ്ഞതെങ്കിലും പോലീസ് തെളിവുകൾ ഓരോന്നായി നിരത്തിയപ്പോൾ അയാൾ ആ സത്യം വെളിപ്പെടുത്തി. പണത്തിന് വേണ്ടിയാണ് ഞാൻ നിന്നെ തട്ടിക്കൊണ്ടുപോകുന്നതെന്ന് പറഞ്ഞിട്ട് സമന്തയെ അയാൾ കൊണ്ടുപോയത് അയാളുടെ സ്വന്തം വീട്ടിലേക്കാണ്. വീടിനുള്ളിൽ അയാളുടെ മകളും ഗേൾഫ്രണ്ടും ഉണ്ടായിരുന്നെങ്കിലും അവര് കാണാതെ വീടിനടുത്തുള്ള ഷെഡിനുള്ളിൽ അയാൾ സമന്തയെ കെട്ടിയിട്ടു. ശബ്ദമുണ്ടാക്കിയാൽ കൊന്നുകളയുമെന്ന് ഭീഷണിപ്പെടുത്തിയിട്ട് അയാൾ സമന്തയുടെ ഡെബിറ്റ് കാർഡും പിന്നും വാങ്ങി. അതിനുശേഷം അയാൾ വീട്ടിലേക്ക് പോയിട്ട് തന്റെ മകളും ഗേൾഫ്രണ്ടും ഉറങ്ങുകയാണെന്ന് ഉറപ്പുവരുത്തിയിട്ട് ഒരു ഗ്ലാസ് വൈനും കുടിച്ചിട്ട് അയാൾ വീണ്ടും ഷെഡിലെത്തി. സമന്ത കരഞ്ഞാലും പുറത്ത് കേൾക്കാതിരിക്കാനായി റേഡിയോയുടെ വോളിയം കൂട്ടിയിട്ട് അയാൾ സമന്തയെ റേപ്പ് ചെയ്തു. കാര്യം കഴിഞ്ഞപ്പോൾ സമന്തയെ കഴുത്തു ഞെരിച്ച് അയാൾ കൊലപ്പെടുത്തി. അതിനുശേഷം സമന്തയുടെ ബോഡി ഒരു ടാർപ്പിൽ പൊതിഞ്ഞു വെച്ച് ഷെഡും പൂട്ടിയിട്ട് നേരം പുലർന്നപ്പോൾ ഇസ്രയേൽ കീസ് തന്റെ മകളെയും ഗേൾഫ്രണ്ടിനെയും കൂട്ടി ന്യൂ ഓർലീൻസിലേക്ക് വെക്കേഷന് പോയി. 2 ആഴ്ചത്തെ വെക്കേഷന് ശേഷം തിരിച്ചെത്തിയ ഇസ്രയേൽ കീസ് സമന്ത ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടെന്ന് കാണിച്ച് പണം ചോദിക്കാൻ വേണ്ടി അവളെ മേക്കപ്പ് ചെയ്യുകയും കണ്ണ് തുറന്നു പിടിച്ച് തയ്ച്ചു വെച്ചിട്ട് ആ ദിവസത്തെ ന്യൂസ് പേപ്പറും പിടിച്ച് ഫോട്ടോയും എടുത്തു. അതിനുശേഷം സമന്തയുടെ ഡെഡ് ബോഡിയുമായി അയാൾ സെക്സ് ചെയ്തു. ഒടുവിൽ അവളുടെ ബോഡി കഷ്ണങ്ങളായി വെട്ടിമുറിച്ച് അടുത്തുള്ള തടാകത്തിൽ ഉപേക്ഷിച്ചു. സമന്തയായിരുന്നില്ല ഇസ്രയേൽ കീസിന്റെ ആദ്യത്തെ ഇര. കാരണം സത്യത്തിൽ അയാളൊരു സീരിയൽ കില്ലർ ആയിരുന്നു. ആണെന്നോ പെണ്ണെന്നോ വ്യത്യാസമില്ലാതെ റാൻഡം സ്ട്രേഞ്ചേഴ്സിനെ കൊലപ്പെടുത്തുന്നതായിരുന്നു അയാളുടെ രീതി. വർഷങ്ങളായി അമേരിക്കയിലുടനീളം പലയിടങ്ങളിലായി തന്റെ ഇരകളെ കൊല്ലാനുള്ള ആയുധങ്ങളും പണവും മറ്റും അയാൾ ഒളിപ്പിച്ചു വെച്ചു. കിൽ കിറ്റ് എന്നാണ് അയാൾ അതിന് പേരിട്ടത്.
താൻ രാജ്യത്ത് എവിടെയാണെങ്കിലും തനിക്ക് ആരെയെങ്കിലും കൊല്ലാൻ തോന്നുമ്പോൾ അടുത്തുള്ള കിൽ കിറ്റ് ഉപയോഗിച്ച് അയാൾ വേട്ടയാടി. കോഫി ഷോപ്പിനുള്ളിൽ സമന്തയെ കണ്ടപ്പോൾ തന്നെ അവളെ കൊല്ലണമെന്ന് അയാൾ ഉറപ്പിച്ചു. പിന്നീട് നടന്ന റോബറിയെല്ലാം സമന്തയ്ക്ക് ഹോപ്പ് നൽകി അവളെ വരുതിയിലാക്കാനുള്ള അയാളുടെ അടവ് മാത്രമായിരുന്നു. സമന്തയെയും വെർമണ്ടിലുള്ള ഒരു കപ്പിളിനെയും കൊലപ്പെടുത്തിയെന്ന് അയാൾ സമ്മതിച്ചെങ്കിലും മൊത്തം എത്ര പേരെ കൊലപ്പെടുത്തിയെന്ന് വെളിപ്പെടുത്താതെ 2012 ഡിസംബറിൽ ജയിലിനുള്ളിൽ വെച്ച് അയാൾ ആത്മഹത്യ ചെയ്തു. ജയിലിൽ വെച്ച് അയാൾ വരച്ച ഡ്രോയിങ് പ്രകാരം 11 പേരെ ഇസ്രയേൽ കീസ് കൊലപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് പോലീസ് കരുതുന്നത്. സോ ഈ വീഡിയോ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യൂ. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണും വരെ ഗുഡ് ബൈ.